Good morning, my dear students. Today, our topic demand forecasting for new products. Demand forecasting demand forecasting means anticipating the future demand. Future demand analyze measure this demand forecasting. Then various methods are used for demand forecasting. Some of the techniques used for measuring the demand forecasting for the existing product. Some of the measures are used for measuring the demand in the new product. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്ട്സ്. പുതിയ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട് പ്രോസസ് ആസ് കമ്പയർഡ് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. Then demand forecasting for new product is a challenging task. Here there is no reliable data to base demand calculation. പുതിയ പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് പ്രീവിയസ് ഡാറ്റ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എക്സ്പീരിയൻസസ് ഓഫ് അതർ ഫേംസ് ആർ ഓൾസോ നോട്ട് അവൈലബിൾ. പ്രീവിയസ് എക്സ്പീരിയൻസസോ നമുക്ക് അവൈലബിൾ അല്ല. Therefore firms introducing new products will have to rely on new techniques of demand forecasting. ഇവിടെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മെത്തേഡ്സ് ഏതിനു വേണ്ടി ഉപയോഗിക്കണം? പുതിയ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ഈസ് ചലഞ്ചിങ് ടാസ്ക്. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഹിയർ ദർ ഈസ് നോ റിലയബിൾ ഡാറ്റ ടു ബേസ് ഡിമാൻഡ് കാൽക്കുലേഷൻ. എക്സ്പീരിയൻസസ് ഓഫ് അതർ ഫേംസ് ആർ ഓൾസോ ആർ നോട്ട് അവൈലബിൾ. ഒരു പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ പ്രീവിയസ് ഡാറ്റാസോ പ്രീവിയസ് എക്സ്പീരിയൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട്. Therefore firms introducing new product will have to rely on new techniques for demand forecasting. ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? Then first one is test marketing. Test marketing this is proven method of demand forecasting for new product. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നൊരു മെത്തേഡാണ് ഇത് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് മാർക്കറ്റിംഗ് ദ ന്യൂ പ്രോഡക്റ്റ് ആസ് ദ ടെസ്റ്റ് കേസ് സം ചൂസൺ മാർക്കറ്റ്. ഫോർ ടെസ്റ്റ് മാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഈസ് ഐദർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കുകയോ അതുമല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാം, ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളെന്ത് ചെയ്യാം, അതിൻ്റെ സാമ്പിൾ തയ്യാറാക്കുകയൊക്കെയാണ് ചെയ്യാം. If test marketing is successful, then demand forecasting is done on the basis of the data obtained in test marketing. There have been many instances where certain products which were successful in some countries did not succeed in other countries. That is why test marketing is done to forecast demand. അതായത് ഇപ്പം നമുക്കൊന്നുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഒപ്പീനിയൻ പോൾ മെത്തേഡാണ്. ഒപ്പീനിയൻ പോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ടെക്നിക്സ് ഓഫ് സർവേ മെത്തേഡ്. ഒപ്പീനിയൻ പോൾ. If the new product is capital good with a few potential customers instead of test marketing, the potential buyers can directly approach and asked whether they would be interested in buying the product. Since the opinion of the potential buyers is polled in this approach, it is called opinion poll approach. അതായത് ടെസ്റ്റ് മാർക്കറ്റിംഗിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എവിടെ ഉണ്ടാവാം, ടെസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവാം. പക്ഷേ ഒപ്പീനിയൻ പോൾ അപ്രോച്ച് പ്രകാരം വളരെ ലിമിറ്റഡ് ബയേഴ്സ് മാത്രമാണ് നമുക്ക് എവിടെ ഉണ്ടായിരിക്കുള്ളൂ, ഒപ്പീനിയൻ പോൾ അപ്രോച്ച് പ്രകാരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റഡ് മെമ്പേഴ്സിൻ്റെ ഇടയിലാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നുകിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരം ബയേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായ ശേഖരണം നടത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ പോൾ മെത്തേഡ്. ദെൻ തേർഡ് വൺ ഈസ് ഇവല്യൂഷണറി അപ്രോച്ച്. ഇവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു കാലങ്ങളോളമായിട്ടുള്ളൊരു ഇവല്യൂഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഇവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുന്നത്. In the evolutionary approach, as the name implies, the new product is seen as evolution from the existing product. In computers, the laptop is an evolution from desktop computers. Evolution എന്ന് പറയുമ്പോൾ ഒരു പരിവർത്തനം, ഒരു മാറ്റം,
അതാണല്ലോ ഇവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ലാപ്ടോപ്പിലേക്കും ലാപ്ടോപ്പിൽ നിന്ന് ടാബ്ലറ്റിലേക്കൊക്കെയുള്ള ഒരു മാറ്റം അതാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ആൻ ഇവല്യൂഷൻ ഫ്രം ലാപ്ടോപ്പ് എക്സെട്ര. ഹിയർ ദ ഡിമാൻഡ് ഫോർ ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ദി ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ലാപ്ടോപ്പ് ഉപയോഗിച്ചിരുന്നവരൊക്കെ പുതിയത് വരുമ്പോൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉള്ളവർക്കൊക്കെ വീണ്ടും നമുക്കൊന്നുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ലാപ്ടോപ്പ്. തീർച്ചയായിട്ടും ലാപ്ടോപ്പ് അനിവാര്യമായിട്ട് ഫീൽ ചെയ്യാം. അതൊരു ഇവല്യൂഷണറി അപ്രോച്ചാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി എന്നുള്ളത് മാറി കളർ ടി വിസായി എന്നൊക്കെ പറയും. ഇപ്പോൾ അതിൽ എങ്ങനെ DVD അതിൻ്റെയൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിൽ വരുന്ന ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ്, ആ ചേഞ്ചസ് അതുപോലെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ പറയുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. സാമ്പിളൊക്കെ കൊടുത്തുകൊണ്ട് ടെസ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഒപ്പീനിയൻ പോൾ അപ്രോച്ചാണ്. ഒപ്പീനിയൻ പോൾ അപ്രോച്ചിൽ അവിടെ കളക്റ്റിംഗ് ഓർ കളക്റ്റിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം പൊട്ടൻഷ്യൽ ബയേഴ്സ്, ദറ്റ് ഈസ് കോൾഡ് ആസ് ഒപ്പീനിയൻ പോൾ അപ്രോച്ച്. Then third one is evolutionary approach. Evolutionary approach as the name implies, the new product is seen as an evolution from an existing product, etc. The product can be used as a base of forecasting demand for a new product. അപ്പോൾ ആ ഒരു ബേസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then fourth one is substitute approach. Substitute approach of demand forecasting is used when the new product is substitute for an existing product. For example, liquid soap is substitute for toilet soap cake. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വെൻ ദ ന്യൂ പ്രോഡക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ചിലപ്പോൾ ചില എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകൾക്ക് പകരം വയ്ക്കാവുന്ന പുതിയ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിലേക്ക് എത്താം. അതായത് ലിക്വിഡ്, ഇപ്പോൾ നമ്മൾ ഡിറ്റർജൻസും അതുപോലെ തന്നെ സോപ്പും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ലിക്വിഡ് സോപ്പ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ടോയ്ലറ്റ് സോപ്പ് കേക്ക്. അതിന് പകരം നമ്മൾ ഏത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. വാപ്പറൈസർ ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മോസ്കിറ്റോ കോയിൽ. Constant innovations in consumer product lead to introduction of substitute. For forecasting demand for substitute, the demand for the existing product is used. ഇങ്ങനെ ഈ ഇവല്യൂഷണറി അപ്രോച്ചിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചിലൂടെയൊക്കെ മുൻപ് ഉപയോഗിച്ചിരുന്ന ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഒരു ഡിമാൻഡ് അതുകൂടെ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്യൂച്ചർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ സാധിക്കും. Then next one is vigorous approach. Fifth one is vigorous approach. Vigorous approach that means vigorous, this method is consist of surveying consumers reactions through the specialized dealers who are in touch with consumers. Vigorous approach means this consists of surveying consumers reactions through the specialized dealers who are in touch with consumers. These dealers are able to know as to how the customers will accept the new product. On the basis of their report, demand can be estimated. അതായത് വിഗേറിയസ് അപ്രോച്ചിലൂടെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ ദെൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് എന്ന് പറയുന്നത് കളക്ട് ഡാറ്റ ഫ്രം എക്സ്പെർട്ട് ഡീലേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായിട്ട് ആരെക്കുറിച്ച് അറിയാം, കസ്റ്റമേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. വിഗറിയസ് അപ്രോച്ചിലെ ദിസ് അപ്രോച്ച് ഈസ് റിലീസ് ഓൺ ദ പ്രൊഡക്റ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഡീലേഴ്സ് ഓഫ് പ്രോഡക്റ്റ്. അവിടെ ഡാറ്റാസ് കളക്റ്റഡ് ഫ്രം ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് വിഗേറിയസ് അപ്രോച്ച് എന്ന് പറയുന്നത്. സിൻസ് ഡീലേഴ്സ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് തൗസൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, ദേ നോ ഫ്രം എക്സ്പീരിയൻസ് ദ ലൈക്ക്, ഡിസ്ലൈക്ക് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ്. Therefore, an experienced dealer will be in the position to say whether a new product will have good demand and if so, what quantity will be sold. അതായത് വിഗേറിയസ് അപ്രോച്ചിലൂടെ ഒരു ഡീലർക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും എന്ന് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുന്നു. ദിസ് വിഗേറിയസ് അപ്രോച്ച് ഈസ് ഹൈലി കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ഓഫൺ വെരി സക്സസ്ഫുൾ. കോസ്റ്റ് ഇഫക്റ്റീവാണ്, അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പറയാവുന്ന എന്തൊക്കെയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദെൻ ന്യൂ പ്രോഡക്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ് മെത്തേഡ്, ഒപ്പീനിയൻ പോൾ അപ്രോച്ച്, ഇവല്യൂഷണറി അപ്രോച്ച്, substitute approach, evolutionary approach, substitute approach, vigorous approach.
Then next topic, what are the qualities of good demand forecasting? Qualities of good demand forecasting. Demand forecasting നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. നമുക്ക് ഇനി പഠിക്കുന്ന ടോപ്പിക്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഏറ്റവും നല്ല രീതിയിലുള്ള ക്രൈറ്റീരിയ എന്താണ്? എപ്പോഴും നമ്മളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർകാസ്റ്റിംഗ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ബിസിനസ്സിന് എത്രമാത്രം നഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്കത് കൊണ്ടുപോകാനായിട്ട് വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. ഒരു നല്ല ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിന് ഉണ്ടായിരിക്കേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നു, ഇറ്റ് ഈസ് എ സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി മീൻസ് ദറ്റ് ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു ഫോളോ. ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു പലപ്പോഴും വളരെ വലിയൊരു സയൻറ്റിസ്റ്റിൻ്റെയോ എക്കണോമിസ്റ്റിൻ്റെയോ ഒക്കെ ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് ആൻ കോംപ്ലെക്സ് ഇൻ നേച്ചർ. അത് വളരെയധികം കോംപ്ലെക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? വിഗറിയസ് അപ്രോച്ചിലെ ദറ്റ് ഈസ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ ഫസ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി. ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു ഫോളോ. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. അത്തരത്തിലൊരു മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് വൺ ഈസ് മോർ accuracy. If demand forecasting is not accurate, it will not be useful. It will be like any guesswork. Therefore, scientific demand forecasting should be accurate. അതായത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ സിമ്പിളായിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് സിമ്പിൾ മെത്തേഡ് ആയിരിക്കണം. സെയിം ടൈം അതെന്തായിരിക്കണം? മോർ ആക്യുറേറ്റ് ആയിരിക്കണം, ആക്യുറസി ഉണ്ടായിരിക്കണം. ഇഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് നോട്ട് ആക്യുറേറ്റ് ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ആക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇതുകൊണ്ട് കാര്യമില്ല. ദെൻ ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗമില്ല. സോ ഇഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് നോട്ട് ആക്യുറേറ്റ് ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ. It will be like any guesswork. Therefore, scientific demand forecasting should be accurate. It will be like any guesswork. അത് ശരിക്കും ഒരു ഗസ് വർക്ക് പോലെയാണ്. Therefore, scientific method forecast should be accurate. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. Then first one is simplicity, സിമ്പിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ ഈസ് മോർ ആക്യുറേറ്റ് ആയിരിക്കണം. Then third one is economy. It is more beneficial to the firm. More economical ആയിരിക്കണം. Economy. If demand forecasting is not economical, it will add to the cost and sometimes make the business unviable. Therefore, good demand forecasting method should be economical. അതായത് ഇത് ഒട്ടും എക്കണോമിക്കൽ അല്ല എന്നുണ്ട് വെച്ചാൽ ഇഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് നോട്ട് എക്കണോമിക്കൽ ഇറ്റ് വിൽ ആഡ് ടു ദ കോസ്റ്റ് ആൻഡ് സംടൈംസ് മേക്ക് ദ ബിസിനസ് അൺവയബിൾ. അതായത് ഇത് എന്തിന് കാരണമാവും? ഒരുപാട് എക്സ്പെൻസ് ആവും, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആവും. അപ്പോൾ ഇതിന് വേണ്ടിയൊക്കെ ഒരുപാട് പൈസ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അത് ബിസിനസ്സിനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആവരുത് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട മെത്തേഡ് എന്തായിരിക്കണം? മോസ്റ്റ് എക്കണോമിക്കലായിരിക്കണം, ബെനിഫിഷ്യൽ ആയിരിക്കണം. ദെൻ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ഷുഡ് ബി എക്കണോമിക്കൽ. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി പറയുന്ന നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയിലെ ദെൻ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഫോർകാസ്റ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. ഒരു കാരണവശാലും ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് റിജിഡ്, ഇതാണ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൽ യാതൊരു ചേഞ്ചും വരാൻ പാടില്ല എന്ന് പറഞ്ഞ രീതിയിൽ റിജിഡ് ഇൻ നേച്ചർ ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ടു അക്കോമഡേറ്റ് സം അൺഫോർസീൻ ഫാക്ടേഴ്സ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ അൺസെർട്ടാനിറ്റീസോ ഈവൻസോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ then അവിടെ പറഞ്ഞ ഫോർകാസ്റ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ അസംഷൻ ദാറ്റ് ഇഫ് സം ഓഫ് ദ എക്സ്പെക്റ്റഡ് ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് വാരി ഫ്രം എക്സ്പെക്റ്റേഷൻ ദ ഫോർകാസ്റ്റ് വിൽ ഓൾസോ വാരി ടു ദ ആൻ എക്സ്റ്റെൻറ്റ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കതിന് എന്ത് വരാനായിട്ട് സാധ്യതയുണ്ട്? വാരി ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ ഒട്ടും ചേഞ്ച് വരില്ല എന്ന് കരുതുന്ന പോലും പലപ്പോഴും ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. Then next one is availability.
The data on which the forecasts are made should be easily available. Otherwise, it will affect the cost and timely availability of forecast. അതിലെ ഫിഫ്ത്ത് പോയിന്റിൽ അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നത് ദ ഡാറ്റ ഓൺ വിച്ച് ദ ഫോർകാസ്റ്റ് ആർ മെയ്ഡ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. അതർവൈസ് ഇറ്റ് വിൽ അഫക്ട് ദ കോസ്റ്റ് ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് ഫോർകാസ്റ്റ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒട്ടും വളരെ റിസ്ക് ഏറിയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള മേഖലയിൽ നിന്നുള്ള ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ദെൻ ഇറ്റ് ഈസ് മോർ എക്കണോമിക്, എന്താ പറയുക, ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിങ് ആണ്. ഇറ്റ് ഈസ് വെരി മച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്തരത്തിലൊന്നും നമുക്ക് സാധ്യമല്ല, അതൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ അവൈലബിലിറ്റിയിലെ ഡാറ്റ ഓൺ വിച്ച് ദ ഫോർകാസ്റ്റ് ആർ മെയ്ഡ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. അതർവൈസ് ഇറ്റ് വിൽ അഫക്ട് ദ കോസ്റ്റ് ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് ഫോർകാസ്റ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം? നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി മോർ ആക്യുറേറ്റ്, റിലയബിൾ, ബിലീവബിൾ, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്തായിരിക്കണം? മോർ ആക്യുറേറ്റ് ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് മോർ എക്കണോമിക്കൽ, വളരെ ലാഭകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡാറ്റ കളക്ഷനോ അതിൻ്റെ പ്രോസസ്സിങ്ങോ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ, വല്ലാതെ തന്നെ എന്ത് എക്സ്പെൻസീവ് ആവരുത്, എക്കണോമിക്കലായിരിക്കണം. ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ നേച്ചർ, ഒരിക്കലും നമ്മൾ ഒരു മാറ്റം വരുത്താതെ അത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു വെക്കാനായിട്ട് പാടില്ല. ദെൻ അവിടെ ഫോർകാസ്റ്റ് ഷുഡ് നോട്ട് ബി റിജിഡ് ഇൻ നേച്ചർ, എല്ലായ്പ്പോഴും റിജിഡ് ഇൻ നേച്ചർ ആയിരിക്കരുത്, അതിനൊരു ചേഞ്ച് വരുത്തണം. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി, എപ്പോഴും നമുക്ക് കിട്ടാവുന്നതിന് വേണ്ടി ശ്രമിക്കുക. അവൈലബിൾ ആണ്, അല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ടൈമോ കോസ്റ്റോ ചിലവഴിച്ചിട്ട് കാര്യമില്ല. ദ ഡാറ്റ ഓൺ വിച്ച് ദ ഫോർകാസ്റ്റ് ആർ മെയ്ഡ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. അതർവൈസ് ഇറ്റ് വിൽ അഫക്ട് ദ കോസ്റ്റ് ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് ഫോർകാസ്റ്റ്. These are the qualities of good demand forecasting. Then next and last topic, there is a limitations of demand forecasting. Limitations of demand forecasting. Demand forecastingലെ ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള തന്നെയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ many factors such as taste, habit, fashion, etc. If consumers which are always ever changing, so correct prediction of demand is very difficult. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള തന്നെയാണ് അല്ലേ. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മൾ ചെയ്താലും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എല്ലായ്പ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കണ്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത്രമാത്രം യൂണിറ്റ് ഡിമാൻഡ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡക്ഷൻ ശരിയാക്കി, റോ മെറ്റീരിയൽസ് കണ്ടെത്തി, അതുപോലെ തന്നെ പുതിയ പുതിയ ലേബേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം സംഘടിപ്പിച്ചു, ക്യാപിറ്റൽ ഒന്നുകൂടെ ഇൻവെസ്റ്റ് ചെയ്തു, പ്ലാന്റ് കപ്പാസിറ്റി ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തു, മാർക്കറ്റ് ബിൽഡിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏതിൻ്റെ പിറകിൽ നിന്ന് ചെയ്യുന്നുണ്ട്? ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ പിറകിൽ നിന്നുകൊണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ ലിമിറ്റേഷൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലുള്ള ചില ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെരി മച്ച് മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് ടേസ്റ്റ്, ഹാബിറ്റ്, ഫാഷൻ, എക്സെട്ര. എപ്പോഴും ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഹാബിറ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഫാഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൺസ്യൂമേഴ്സ് വിച്ച് ആർ ഓൾവേസ് എവർ ചേഞ്ചിങ്. സോ കറക്റ്റ് പ്രിഡിക്ഷൻ ഓഫ് ഡിമാൻഡ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇതെല്ലായ്പ്പോഴും ചേഞ്ച് വരുന്നത് കൊണ്ട് ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് സാധ്യമല്ല. ദെൻ സെക്കൻഡ് വൺ, ഫോർകാസ്റ്റിംഗ് മെയ്ഡ് ബൈ ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് പേഴ്സൺസ് മേ നോട്ട് ബി പ്രൊഡ്യൂസ് ഗുഡ് റിസൾട്ട്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെയോ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെയോ ഒക്കെ ആളുകളായിരിക്കാം പലപ്പോഴും അത് ആ റിസൾട്ട് അത്രമാത്രം പ്രിഡിക്ഷൻ എല്ലായ്പ്പോഴും ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. പ്രെഡിക്റ്റ് ചെയ്തതിനനുസരിച്ച് ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചത്ര ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ പ്രിഡിക്ഷൻ തന്നെ ഇൻഎഫിഷ്യൻസി, അവരുടെ കഴിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടോ ആ പ്രിഡിക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. Forecasting to be useful must be based on competitors' plans which may not be correctly predicted.
ഫോർകാസ്റ്റിംഗ് ടു ബി യൂസ്ഫുൾ, ഫോർകാസ്റ്റിംഗ് യൂസ്ഫുൾ ആണ്, മസ്റ്റ് ബി ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റേഴ്സ് പ്ലാൻസ് വിച്ച് മേ നോട്ട് ബി കറക്റ്റ്ലി പ്രിഡിക്റ്റഡ്. Then last one is, since forecasting is based on estimate, there are chance of errors. ഫോർകാസ്റ്റിംഗ് എസ്റ്റിമേറ്റിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്, അതുകൊണ്ട് പലപ്പോഴും ഒരുപാട് ചേഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അതിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം, വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. Then next one is, what is demand forecasting, what are the methods of demand forecasting of new product. ഒന്നുകിൽ ന്യൂ പ്രോഡക്റ്റിൻ്റെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ചോദിക്കാം. Then distinguish between short term and long term demand forecasting. Distinguish between short term and long term demand forecasting. Examine the objectives of short term and long term forecasting. Then next question, what is demand forecasting? Discuss the various methods of demand forecasting. What is demand forecasting? Discuss the various methods of demand forecasting. ഈ രീതിയിലൊക്കെ നമുക്ക് ഏതിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? What are the various methods of demand forecasting? പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ്? നമ്മൾ ചോദിച്ച എല്ലാ എസ്സേ ക്വസ്റ്റിനും നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ സ്പേസും അതുപോലെ തന്നെ ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ എസ്സേ ആണെങ്കിൽ അതിനനുസരിച്ച് നീട്ടി എഴുതാം. The next one is, what is demand forecasting? What are the methods of demand forecasting for new product? Then what are the objectives of short term demand forecasting? What are the objectives of short term demand forecasting? The next one, what are the objectives of long term demand forecasting? Long term demand forecasting. The next one, what are the merits and demerits of buyer's opinion survey? What are the merits and demerits of dealer's opinion survey? Dealer's opinion survey. The next one, explain the statistical methods of demand forecasting. Explain the statistical methods of demand forecasting. Next one, how is demand forecasting done by market studies on experiment? മാർക്കറ്റ് സ്റ്റഡീസിലൂടെയോ എക്സ്പെരിമെൻറ്റിലെയോ നമുക്ക് എങ്ങനെ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? വാട്ട് ഈസ് മെൻ ബൈ കൺസ്യൂമർ ക്ലിനിക്? വാട്ട് ഈസ് ടെസ്റ്റ് മാർക്കറ്റിംഗ്? ദെൻ എക്സ്പ്ലെയിൻ ഡെൽഫി മെത്തേഡ്. വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? What are the limitations of demand forecasting? What are the limitations of demand forecasting? അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ പറഞ്ഞു. ഇനി ഞാൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് എന്ന് നോക്കിയിട്ട് അതിലാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലെ what is meant by demand forecasting? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മുതൽ ദെൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്നുള്ള വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, what is meant by demand forecasting? Demand forecasting means anticipating the future demand. ഡിമാൻഡ് ഫ്യൂച്ചറിൽ ഡിമാൻഡ് എത്രമാത്രം ഉണ്ടാവും എന്ന് ഓരോ കമ്പനിയും പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then demand forecasting means anticipating the future demand, demanding forecasting for a long period. നമുക്കത് ലോങ് പീരീഡിലേക്കും നമുക്ക് എന്ത് ആവശ്യമാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ആവശ്യമാണ്. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും: ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്. ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സിലെ
എന്തൊക്കെയാണ്? ടു ensure the availability of raw material, to reduce the cost of production, minimization of waste, effective utilization of resources, then to determine the financial requirement, fixation of suitable price policies, etc. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ പ്ലാന്റ് ലേഔട്ട്, പ്ലാന്റ് കപ്പാസിറ്റി, അപ്പോയിൻമെൻറ്റ്, ലേബേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവരുടെ വർക്കേഴ്സ്, അവരുടെ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ഫിക്സേഷൻ ഓഫ് പ്രൈസ്, ഫിക്സേഷൻ ഓഫ് സെയിൽസ് ടാർഗറ്റ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും ഫ്യൂച്ചറിൽ എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് അല്ലേ. വാട്ട് ആർ ദി ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ആക്ടിവിറ്റി അല്ല, സോ ഇറ്റ് ഈസ് എ ലോങ് ടൈം ആക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ ചില ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേമിൽ നമുക്ക് ബിസിനസ് എത്രമാത്രം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, 2030, 2040 ആകുമ്പോഴേക്കും നമുക്ക് എത്രമാത്രം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അവിടെ നമുക്കതിന് ആവശ്യമായിട്ടുള്ള പ്ലാൻ കപ്പാസിറ്റീസ്, പ്ലാൻ ലേഔട്ട് ഇതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ദെൻ അതിൻ്റെ വളരെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ്, ഫിക്സേഷൻ ഓഫ് പ്ലാൻ ഫോർ ലോങ് ടൈം പ്രൊഡക്ഷൻ, ടു പ്ലാൻ കപ്പാസിറ്റി, ടു എസ്റ്റിമേറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ലോങ് പീരീഡ്, ടു ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ഡിവിഡൻഡ് പോളിസി, ടു ഹെൽപ്പ് ദ പ്രോപ്പർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ടു പ്ലാൻ ലോങ് ടൈം ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ പ്രോബ്ലംസ് ഓഫ് മെറ്റീരിയൽ സപ്ലൈസ് ആൻഡ് എനർജി ക്രൈസിസ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാം ലോങ് ടൈം ഒബ്ജക്റ്റീവ്സും ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സും. അത് നിങ്ങൾ 2 ഹെഡിലാക്കി തന്നെ നിങ്ങളത് പഠിക്കാം. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്? ആ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദെൻ ടു ഓഫർ ദി ടൈംലി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. അതാത് സമയത്ത് നമുക്ക് അതാത് ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അതാണ് സപ്ലൈ, അതായത് ഡിമാൻഡിനനുസരിച്ച് തന്നെ സപ്ലൈ ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ്, ശരിയായിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യണം, സപ്ലൈ എൻഷുർ ചെയ്യണം. പിന്നെ ടു എക്സ്പ്ലോർ ദ ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, അത് പിടിച്ചു വാങ്ങിച്ച് അത് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ടു ബിസിനസ് റിസ്ക് റെഡ്യൂസ് ചെയ്യണം. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കോസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ്ഫുള്ളാണ് അല്ലേ. പ്ലാനിങ് പോസിബിൾ, ഇഫക്റ്റീവ് കൺട്രോൾ, ബഡ്ജറ്റിംഗ്, ലേബർ ഫോഴ്സ് എക്സെട്ര ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ്ഫുള്ളാണ്. ഇനി വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഒരു 5 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഒരു 50,000 യൂണിറ്റ് നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും അടുത്ത മാസം എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര മാത്രം എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിറകിലൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് നടന്നിട്ടുണ്ട്. ആ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിനെ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഓർ പ്രോസസ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സെറ്റിംഗ് പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ആദ്യം സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമിനിങ് ദ ടൈം പീരീഡ്, സെറ്റിംഗ് മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, കളക്ടിങ് ഡാറ്റ, എസ്റ്റിമേറ്റിംഗ് റിസൾട്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിരിക്കണം. ഡിറ്റർമിൻ ദ ടൈം പീരീഡ്, എത്ര സമയം കൊണ്ടത്തേക്കുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കണം. ഏത് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. സെലക്ടിങ് ദ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് ഫോർകാസ്റ്റ് ചെയ്തിരിക്കണം. കളക്ടിങ് ദ ഡാറ്റ കളക്ട് ചെയ്തിരിക്കണം. ആൻഡ് എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട്, അതിന് ശരിയായിട്ടുള്ള രീതിയിലൊരു റിസൾട്ടും എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദെൻ അതിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാട്ട് ആർ ദി മെത്തേഡ്സ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതിൽ ഏത് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അതായത് അത് മിക്കവാറും ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അതൊക്കെയാണ്. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ദെൻ എക്സിസ്റ്റിംഗ് മെത്തേഡ്സും ഉണ്ട്, അതേപോലെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് കൊടുക്കുന്ന മെത്തേഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂ പ്രോഡക്ട്സിനുള്ള മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനുള്ള മെത്തേഡ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ
ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് മെത്തേഡിൽ 4 മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 4 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഒപ്പീനിയൻ പോൾ അപ്രോച്ച്, അല്ലെങ്കിൽ സർവേ ഓഫ് ഒപ്പീനിയൻ സർവേ അല്ലേ, അവിടെ നമ്മൾ ഒപ്പീനിയൻ സർവേസ് എന്ന് പറയും. അഭിപ്രായ ശേഖരണം, അതാണ് അവിടെ ഒപ്പീനിയൻ സർവേ എടുത്ത്. രണ്ടാമത് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ് ഓർ മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. മൂന്നാമത് പറയുന്നത് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളുടെ 4 മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർമ്മ വരണം. ഒപ്പീനിയൻ സർവേ മെത്തേഡ്, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒപ്പീനിയൻ സർവേ മെത്തേഡ്, മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, കൺസ്യൂമർ ക്ലിനിക് മെത്തേഡ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അതിൽ ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ തന്നെ നമുക്ക് 3 തരത്തിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യാം. അതിൽ സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ, സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ. സർവേ ഓഫ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ, ഈ 3 മെത്തേഡ് പ്രകാരം നമുക്ക് അത്. അപ്പോൾ അവിടെ ഫസ്റ്റ് വൺ പറഞ്ഞ ബയേഴ്സ് ഒപ്പീനിയനിൽ കസ്റ്റമേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് മൂവിങ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി ഡിഫിക്കൽട്ടാവും അല്ലേ, കാരണം എല്ലാവരെയും കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗുഡ്സൊക്കെ ആണെങ്കിൽ അത്തരം കേസുകളിൽ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിനൊക്കെ കൊടുക്കാവുന്ന ദെൻ സർവേ നടത്തിക്കൊണ്ടൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സർവേ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് അതെടുക്കാമെന്ന്, സർവേ ഓഫ് ബയേഴ്സ് ഒപ്പീനിയൻ റിലേറ്റഡ് ടു ക്യാപിറ്റൽ ഗുഡ്സ്, അവിടെ ഒന്നുകൂടെ നമുക്കത് സൗകര്യമായിരിക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയനാണ്. സർവേ ഓഫ് ഡീലേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഡീലേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ നോക്കണം. അപ്പോൾ ഡീലേഴ്സിന് ഏകദേശം ഒരുപാട് കസ്റ്റമേഴ്സ് ഡീലേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഡീലേഴ്സ് ഒപ്പീനിയൻ നമുക്ക് വൺ ഓഫ് ദി മെത്തേഡായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ തന്നെ സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡ്, സർവേ ഓഫ് എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എടുക്കാം. അപ്പോൾ ഡെൽഫി മെത്തേഡ്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡിനെ ഡെൽഫി മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലായി. ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ 3 മെത്തേഡാണ്: ബയേഴ്സ് ഒപ്പീനിയൻ, സെല്ലേഴ്സ് ഒപ്പീനിയൻ. ബയേഴ്സ് ഒപ്പീനിയൻ, സെല്ലേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, സെല്ലേഴ്സ് ഒപ്പീനിയൻ അവിടെ ആരാണ്? ഡീലേഴ്സ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പെർട്ട് പേഴ്സൺസ് ഒപ്പീനിയൻ. ഇനി മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞത്? അഡ്വർടൈസ്മെൻറ്റോ പ്രൈസോ ഇതിൽ ഏതെങ്കിലും ഒന്നൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലോ സെയിൽസിലോ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സാണ് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്ന മെത്തേഡ് അവിടെ പറയുന്നത് കൺസ്യൂമർ ക്ലിനിക് മെത്തേഡാണ്. കൺസ്യൂമർ ക്ലിനിക് മെത്തേഡിൽ അവിടെ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറുടെ ബിഹേവിയർ പഠിച്ചുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, എക്കണോമിക് മോഡൽ ബിൽഡിംഗ്, ബോക്സ് ജെൻകിൻസ് മെത്തേഡ്, ബാരോമെട്രിക് മെത്തേഡ്. പ്രീവിയസ് ക്ലാസ് ഒന്നുകൂടെ എടുത്ത് നോക്കുക. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, എക്കണോമിക് മോഡൽ ബിൽഡിംഗ്, ബോക്സ് ജെൻകിൻസ് മെത്തേഡ്, ബാരോമെട്രിക് മെത്തേഡ്. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ചിലപ്പോൾ മിക്കവാറും ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റുകളുടെ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് മാത്രമായിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ഡിമാൻഡ് അനാലിസിസ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസി വേ ആണ്. പക്ഷേ ഇവിടെ ന്യൂ പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്ട്സിൽ നമ്മൾ കൊടുക്കുന്ന വേരിയസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ടെസ്റ്റ് മാർക്കറ്റിംഗ്, second one is opinion poll approach, evolutionary approach, substitute approach and vigorous approach. അത് ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് പറയാനുള്ള കാരണം നമ്മളൊരു സാമ്പിളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന മെത്തേഡിനെയാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് എ പ്രൂവൺ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് മാർക്കറ്റിംഗ് ദ ന്യൂ പ്രോഡക്റ്റ് ആസ് എ ടെസ്റ്റ് കേസ് ഇൻ സം ചൂസൺ മാർക്കറ്റ്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഒരു പുതിയ സാമ്പിൾസോ ചില ചെറിയുള്ള ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കുറിച്ച് പഠിക്കുന്ന മെത്തേഡിനെയാണ് എന്താ പറയുക? ടെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഒപ്പീനിയൻ പോൾ അപ്രോച്ചിൽ കളക്ട് ദ ഇൻഫർമേഷൻ ഫ്രം ബയേഴ്സ്, ഡീലേഴ്സ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് ബയേഴ്സിൻ്റെയൊന്നോ ഡീലേഴ്സിൻ്റെയൊക്കെ അഭിപ്രായ ശേഖരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചർ ഡിമാൻഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ടെസ്റ്റ് മാർക്കറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് ഒപ്പീനിയൻ പോൾ അപ്രോച്ച് ആൻഡ് തേർഡ് വൺ ഈസ് ഇവല്യൂഷണറി അപ്രോച്ച്. ഇവല്യൂഷണറി അപ്രോച്ചിൽ ഒരു ഇവല്യൂഷണറി ചേഞ്ചസ് ആണ്.
ഈ ഇവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കാലങ്ങളോളമായിട്ടുണ്ടാകാവുന്ന ഒരു ചേഞ്ചസ് ആണ് ഇതിൽ വരിക, ഇവല്യൂഷണറി അപ്രോച്ച്. അപ്പോൾ ഈ പോയിന്റുകൾ ആലോചിക്കുക. ഇത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അപ്രോച്ചസ് ആണ് ഇത് ന്യൂ പ്രോഡക്ട്സിന് കൊടുക്കുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ്, ഒപ്പീനിയൻ പോൾ അപ്രോച്ച്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇവല്യൂഷണറി അപ്രോച്ച്. ഇവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് മാറി, ദെൻ അവിടെ ലാപ്ടോപ്പ് വന്നു, ഇപ്പോൾ ടാബ്ലറ്റിലേക്കൊക്കെ മാറി തുടങ്ങി, ദെൻ ആൻഡ്രോയിഡ് ഫെസിലിറ്റീസൊക്കെയുള്ള മൊബൈൽ ഫോൺസിലേക്ക് വന്നു. ഇതൊക്കെ ടെക്നോളജിക്കൽ ചേഞ്ചസാണ്. ഇതൊക്കെ ഒരു ഇവല്യൂഷണറി അപ്രോച്ചാണ്. ഈ ഇവല്യൂഷണറി അപ്രോച്ചിൽ പാസ്റ്റ് ഡാറ്റയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതെല്ലാം റീപ്ലേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പാസ്റ്റ് ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ മിക്കവാറും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് അത് സാധ്യമാവും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് പകരം വയ്ക്കാവുന്ന, ഇപ്പോൾ ലിക്വിഡ് സോപ്പുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പകരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പകരം വയ്ക്കാവുന്ന ചില പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വാട്ട് ഈസ് മെൻ ബൈ വിഗേറിയസ് അപ്രോച്ച്. ആ വിഗേറിയസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദെൻ ഡാറ്റാസ് ആർ കളക്റ്റഡ് ഫ്രം ഡീലേഴ്സ്. വിഗേറിയസ് അതായത് എക്സ്പെർട്ട് പേഴ്സൺസ്, അവരിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന മെത്തേഡാണ് വിഗേറിയസ് അപ്രോച്ച് എന്ന് പറയും. ഈ വിഗേറിയസ് അപ്രോച്ചിൽ ദാറ്റ് മീൻസ് വിഗേറിയസ് അപ്രോച്ച് റിലീസ് ഫ്രം ഗട്ട് ഫീലിംഗ്. സോ ദിസ് അപ്രോച്ച് റിലീസ് ദ പ്രൊഡക്റ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഡീലേഴ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ കളക്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്, ഡീലേഴ്സിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ. സെയിം ടൈം സിൻസ് ദ ഡീലേഴ്സ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് തൗസൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ദേ നോ ദ എക്സ്പീരിയൻസ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിൻ്റെ ലൈക്ക്, ഡിസ്ലൈക്ക്, ലോയൽറ്റി, ബിഹേവിയർ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്, ടേസ്റ്റ്, പ്രിഫറൻസ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കായിരിക്കും, ഇത്തരത്തിലുള്ള ഡീലേഴ്സിലായിരിക്കും. അപ്പോൾ ഡീലേഴ്സിൽ നിന്ന് ഒരു അനാലിസിസ് എടുത്തുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അവിടെയാണ് നമ്മൾ എന്താ പറയുക, വിഗേറിയസ് അപ്രോച്ച്. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് വിഗേറിയസ് അപ്രോച്ച് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 5 പോയിന്റ് പറയുമോ, ഏതൊക്കെ 5 പോയിന്റ്സ് എന്ന് പറയുന്നത്, വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, ഇവല്യൂഷണറി അപ്രോച്ച്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, ഇവല്യൂഷണറി അപ്രോച്ച്, ഒപ്പീനിയൻ പോൾ അപ്രോച്ച്, സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് ആൻഡ് വിഗേറിയസ് അപ്രോച്ച്. ഇനി നമ്മൾ പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സക്സസ്ഫുൾ ആവണമെങ്കിൽ വാട്ട് ആർ ദി ക്വാളിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം അത് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ സക്സസ്ഫുൾ ആവാനായിട്ട് നമ്മൾ എടുക്കുന്ന വൺ ഓഫ് ദി മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഷുഡ് ബി സിമ്പിൾ. നമ്മളെടുക്കുന്നത് മെത്തേഡ് ഷുഡ് ബി സിമ്പിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോർ ആക്യുറേറ്റ്. സിമ്പിൾ ആയിരിക്കണം, സെയിം ടൈം അതെന്താണ്, ആക്യുറേറ്റ് ആയിരിക്കണം. ആക്യുറേറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളെടുക്കുന്ന മെത്തേഡ് ശരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്യുറേറ്റ്, ദാറ്റ് ഈസ് ബിലീവബിൾ, റിലയബിൾ. ഈ വേർഡുകളൊക്കെ നമുക്ക് ഏതിനുപയോഗിക്കാം, അതിനുപയോഗിക്കാം. സോ സിംപ്ലിസിറ്റി, ആക്യുറേറ്റ് ആൻഡ് എക്കോണമി. ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരാൻ പാടില്ല, അവിടെ മോർ എക്കണോമിക്കലായിരിക്കണം. ഫ്ലെക്സിബിൾ, എപ്പോഴും അതൊരു റിജിഡ് നേച്ചർ ആയിരിക്കരുത്, റിജിഡ് നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം വരുത്താതിരിക്കുന്നതിനെയാണ് നമ്മൾ റിജിഡ് നേച്ചർ എന്ന് പറയാം. അപ്പോൾ റിജിഡ് നേച്ചർ ആയിരിക്കരുത്. ദെൻ അവിടെ എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കണം. അപ്പോൾ ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നല്ലൊരു ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, സിംപ്ലിസിറ്റി, ആക്യുറസി, എക്കോണമി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി. അവൈലബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ഡാറ്റാസ് എല്ലാം നമ്മൾ എടുക്കുന്ന മെത്തേഡ്സിലെല്ലാം ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിലുള്ളൊരു മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സിംപ്ലിസിറ്റി, ആക്യുറസി, എക്കോണമി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ദെൻ ലാസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ ദെൻ കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ്, പ്രിഫറൻസ് ആർ എവർ ചേഞ്ചിങ്. എല്ലായ്പ്പോഴും അത് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും, എവർ ചേഞ്ചിങ് ആയിരിക്കും കൺസ്യൂമേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ
പ്രിഡിക്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫോർകാസ്റ്റിംഗ് മെയ്ഡ് ബൈ ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് പേഴ്സൺ. ചിലപ്പോൾ അത് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം. ആ ഒരു പ്രഡിക്ഷൻ ചിലപ്പോൾ ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല. ദെൻ ഫോർകാസ്റ്റിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റേഴ്സ് പ്ലാൻസ് വിച്ച് മേ നോട്ട് ബി കറക്റ്റ്ലി പ്രിഡിക്റ്റഡ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്ലാൻസിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ ഇറ്റ് മേ ബി ചേഞ്ച് അല്ലേ. കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി മാറാം, അവർ പുതിയ ഏതെങ്കിലും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാം. സോ ഇറ്റ് ഷുഡ് ബി ഓൾസോ അഫക്റ്റഡ് ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചിലപ്പോൾ സക്സസ് അല്ലാതെ ആവാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ സിൻസ് ഫോർകാസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ് ദർ ആർ ചാൻസസ് ഓഫ് എറേഴ്സ്. ഒരുപാട് എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഡിമാൻഡ് എസ്റ്റിമേഷൻ ഓർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനതെല്ലാം ഒന്നുകൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എസ്സേകളൊക്കെ മനസ്സിലായില്ലേ? ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കണ്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്. ചിലപ്പോഴത് ഡിവൈഡ് ചെയ്ത് ചോദിക്കും, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകളുടെ മെത്തേഡ്സ് ഏതാണെന്നോ അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റുകളുടെ എസ്സേ ഏതാണെന്നോ. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റിൽ എപ്പോഴും ചോദിക്കാമല്ലോ ഒപ്പീനിയൻ പോൾ അപ്രോച്ച്, ഡെൽഫി മെത്തേഡ്, പിന്നെ അതുപോലെ വിഗേറിയസ് അപ്രോച്ച്. ഈ 3 കാര്യങ്ങളും 2 മാർക്കിൻ്റെ ക്വസ്റ്റനിൽ ഇതേപോലെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്ന മറ്റൊരു പോയിൻ്റ് അതിൽ വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഇത്രയും കാര്യങ്ങളൊന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.